നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ എങ്ങനെയാണ് ബാക്ക്ലോഗ് എൻട്രി ചെയ്യേണ്ടതെന്നാണ്. വില്ലേജ് ഓഫീസുകളിൽ ആദ്യമായി ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇതിലേക്കായി നമ്മൾ ആദ്യം തന്നിട്ടുള്ള യൂസർ ഐ ഡി, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് സൈറ്റിൽ പ്രവേശിക്കുക. അതിനുശേഷം BTR മെനുവിൽ പോയി ബാക്ക്ലോഗ് എൻട്രി സെലക്ട് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ തെളിയുന്ന ഭാഗത്തു നിന്നും ഏത് ബ്ലോക്കാണോ ആവശ്യം ആ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ആ ബ്ലോക്കിൽ ഏതു തണ്ടപ്പേരിൽ നിന്നാണ് PV പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ തണ്ടപ്പേര് സെലക്ട് ചെയ്യുക. അതിൽ ഏത് സർവേ നമ്പറാണെന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ആ സർവേ നമ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴേക്ക് വരുന്ന ഭാഗത്ത് വസ്തുവിൻ്റെ വിസ്തീർണം ആവശ്യപ്പെടുന്നൊരു കോളമുണ്ട്. അതിൽ മുഴുവനാണോ ഭാഗികമാണോ, ഹോൾ ഓർ പാർട്ട് എന്ന് ചോദിക്കും. വസ്തു മുഴുവനായിട്ടാണ് പോകുന്നതെങ്കിൽ ഹോൾ തിരഞ്ഞെടുക്കുക. അതിൽ വലിയൊരു വിസ്തീർണത്തിൽ നിന്നും കുറച്ച് ഭാഗമാണ് പോകുന്നതെങ്കിൽ പാർഷ്യൽ തിരഞ്ഞെടുക്കുക. എത്രയാണോ വിസ്തീർണം ആ വിസ്തീർണം അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ റിമൈനിങ് ഏരിയ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അതൊന്ന് ഉറപ്പാക്കുക. അതിനുശേഷം ഈ തണ്ടപ്പേരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത തണ്ടപ്പേരിൽ നിന്നും ഏതിലേക്കാണ് ആ വസ്തു പോയിട്ടുള്ളതെന്ന് തണ്ടപ്പേര് രജിസ്റ്റർ നോക്കി മനസ്സിലാക്കിയിട്ട് ആ തണ്ടപ്പേര് നമ്പർ അടിച്ചു കൊടുക്കുക. എവിടേക്കാണ് ആ വസ്തു പോയത്, ഫുള്ളായിട്ടാണോ പാർഷ്യലായിട്ടാണോ പോയതെന്ന് നോക്കിയിട്ട് ആ തണ്ടപ്പേര് നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോഴേക്കും അതിലെ ആളിൻ്റെ പേര് ഈ ഓൺലൈനിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ തണ്ടപ്പേര് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണിക്കും. അപ്പോൾ അത് ഓക്കെ കൊടുത്തിട്ട് ആ വരുന്ന കോളത്തിൽ തണ്ടപ്പേര് കക്ഷികളുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പേര് ആൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പേരടിക്കുക. എന്നിട്ട് അതിൻ്റെ വലതു ഭാഗത്ത് സർവേ നമ്പറിൻ്റെ ഡീറ്റെയിൽസ്, സർവേ സബ്ഡിവിഷൻ നമ്പറും PV നമ്പറൊക്കെ കൊടുക്കേണ്ട ഒരു കോളം ചോദിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ തന്നെ ഒരു സബ്ഡിവിഷൻ നമ്പർ ആൾറെഡി തരും. അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ബുക്കിൽ കണ്ടിട്ടുള്ള നമ്പർ, ഇപ്പോൾ 2 എന്നുള്ള നമ്പറാണെങ്കിൽ 2-ൽ 1 എന്നോ 2-ൽ 2 എന്നോ വില്ലേജ് പോക്കൊരു വഴി നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പർ, ആ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അസൈൻ ചെയ്ത് കൊടുക്കുന്ന നമ്പർ വരും. അത് പിന്നെ സബ്ഡിവിഷൻ കേസുകൾ വരുന്ന സമയത്ത് ആ നമ്പർ ചിലപ്പോൾ എടുക്കാൻ പറ്റാതെ ആയിപ്പോവും. അപ്പോൾ ഫുള്ളാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ആ നമ്പർ ഏത് നമ്പറാണോ ഫുള്ളായിട്ട് പോകുന്ന ആ നമ്പർ തന്നെ അതിൽ കാണിക്കും. പാർഷ്യലായിട്ടുള്ള കേസുകളിൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫയൽ നോട്ട് എഴുതേണ്ട കോളത്തിൽ ഏത് PV പ്രകാരമാണ് PV നമ്പറും അതിൻ്റെ വർഷവും ഡേറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം അത് നമുക്ക് ഫോർവേഡ് ചെയ്യാം. SVOയുടെ VAയുടെയോ ലോഗിനിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അത് VOക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. VO ലോഗിനിൽ ആണെങ്കിൽ ഇവ അപ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. SVO ലോഗിനിലാണെങ്കിൽ അവ അപ്രൂവ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതിനായി വീണ്ടും BTR മെനുവിൽ പോയി ബാക്ക്ലോഗ് അപ്രൂവൽ സെലക്ട് ചെയ്യുക. ഏതാണോ ബ്ലോക്ക് അത് സെലക്ട് ചെയ്യുക, അപ്രൂവൽ കൊടുക്കുക. ഇത്രയുമാണ് ബാക്ക്ലോഗ് എൻട്രിയിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. നന്ദി.